സുഹൃത്തുക്കളെ, കേരളം പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ 25 വർഷങ്ങൾ പിന്നിടുന്ന വേളയിലാണ് 2020 ഡിസംബറിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നത്. 1993 ഇന്ത്യ രാജ്യം ഭരണഘടനയുടെ 73-74 ഭേദഗതികൾ പാസാക്കിയ ശേഷം കേരളത്തിൽ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5 ഭരണസമിതികൾ കടന്നു പോവുകയും 6ാമത് വരേണ്ട ഭരണസമിതികളെ തിരഞ്ഞെടുക്കുവാൻ ഈ വരുന്ന ഡിസംബർ മാസത്തിൽ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പുകൾ ക്രമീകരിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഞാൻ ഈ വാക്കുകൾ സംസാരിക്കുന്നത്. പഞ്ചായത്ത് രാജ് സംവിധാനം ചരിത്രപരമായി ഇന്ത്യയിൽ വമ്പിച്ച രാഷ്ട്രീയ വ്യതിയാനങ്ങൾക്കും ഭരണ നടപടികൾക്കും ഇടയാക്കിയിട്ടുള്ളതാണ്. ഗ്രാമസ്വരാജ് എന്ന മഹത്തായ ഗാന്ധിയൻ ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രബലമായി തീർന്ന പഞ്ചായത്ത് രാജ് ചിന്തകൾ ഒരുപക്ഷെ ലോക ചരിത്രത്തിൽ തന്നെ അസാധാരണമായ രാഷ്ട്രീയ പരിഷ്കരണ ശ്രമങ്ങളായി മുന്നോട്ട് പോയിട്ടുണ്ട്. കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനം 73ാം ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ ത്രിതല പഞ്ചായത്ത് ഭരണങ്ങൾക്കും 74ാമത് ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ നഗരപാലിക നിയമത്തിൻ്റെ ബലത്തിൽ കേരളത്തിലെ മുനിസിപ്പാലിറ്റികളും മുനിസിപ്പൽ കോർപ്പറേഷനുകളും ഈ തദ്ദേശ ഭരണത്തിൻ്റെ പരിഷ്കാര ഭൂമികകളായി പരിണമിക്കാനുണ്ടായത്. ഇവിടെ വളരെ പ്രസക്തമായ ഒരു അന്വേഷണം നമുക്ക് നടത്തേണ്ടതുണ്ട്. എന്തുകൊണ്ട് പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് വേണ്ടി ഇത്രയേൽ മുറവിളികൾ ഇന്ത്യയിൽ ഉയർന്നു വന്നു? 1948 ഭരണഘടനാ അസംബ്ലിയുടെ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ ആദ്യത്തെ സമ്പൂർണ്ണ യോഗത്തിൽ പഞ്ചായത്ത് രാജ് സംവിധാനം ഉൾപ്പെട്ട ഒരു ഭരണഘടനയുടെ കരടായിരുന്നില്ല അവതരിപ്പിച്ചത്. ഭരണഘടനാ അസംബ്ലി ചർച്ച ചെയ്ത ഇന്ത്യൻ ഭരണഘടന കരട് രൂപത്തിൽ പഞ്ചായത്ത് രാജിനെ സംബന്ധിക്കുന്ന പരാമർശങ്ങൾ ഇല്ലാതിരുന്നത് വലിയ വിമർശനങ്ങൾക്ക് കാരണമായി. അതിനെ തുടർന്നുണ്ടായ ചർച്ചകൾക്കും സമവായത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുടെ 40ാം അനുച്ഛേദത്തിൽ ഇപ്രകാരം കൂട്ടിച്ചേർത്തു: രാഷ്ട്രം അതിനാവശ്യമെന്ന് തോന്നുന്ന സന്ദർഭത്തിൽ പഞ്ചായത്ത് ഭരണ സംവിധാനങ്ങൾക്ക് രൂപം കൊടുക്കുകയും സ്വയംഭരണക്ഷമമായ പഞ്ചായത്തുകൾക്ക് വേണ്ടി ആവശ്യമായ എല്ലാ നിയമവ്യവസ്ഥകളും അധികാരശക്തികളും പ്രവർത്തന അധികാരങ്ങളോടും കൂടിയ വ്യവസ്ഥകൾ രൂപപ്പെടുത്തണമെന്ന് നിർദ്ദേശിക്കുന്ന ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങൾ പാർട്ട് 4 നിർദ്ദേശക തത്വങ്ങളിലെ 40ാം അനുച്ഛേദത്തിൽപ്പെടുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് പഞ്ചായത്ത് രാജ് സംവിധാനം പിന്നീട് ഒരു 40 വർഷങ്ങൾക്ക് ശേഷം ഉള്ള നിരന്തരമായ അന്വേഷണങ്ങളുടെ ഭാഗമായി രൂപപ്പെട്ടത്. ഇവിടെ ഒരു കാര്യം നാം ശ്രദ്ധിക്കേണ്ടത്, ഇന്ത്യൻ ഭരണഘടനയുടെ പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സും മൗലിക അവകാശങ്ങൾ, പാർട്ട് 4 ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, ഇത് രണ്ടും പരസ്പര പൂരകങ്ങളും മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണത്തെ അധികരിച്ചും രൂപപ്പെട്ടതാണ്. ഭരണഘടനയുടെ മനസാക്ഷി ദ കോൺഷ്യൻസ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സിനെയും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെയും ഇന്ത്യയിലെ പ്രാമാണികരായ നിയമവിദഗ്ധർ വിശേഷിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പ്രസക്തമായ ഒരു കാര്യം, ഇന്ത്യൻ ഭരണഘടന മനുഷ്യാവകാശങ്ങൾക്കും മനുഷ്യൻ്റെ അന്തസ്സിനും കൊടുക്കുന്ന പ്രാമുഖ്യം, മനുഷ്യ അന്തസ്സിന് നൽകുന്ന പ്രാധാന്യം,
ഇവയൊക്കെ പിൽക്കാല നിയമനിർമ്മാണങ്ങൾക്കും രാജ്യഭരണത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള അന്വേഷണങ്ങൾക്കും നിയാമകങ്ങളായി വർത്തിച്ചിട്ടുണ്ടോ എന്ന ചരിത്ര യാഥാർത്ഥ്യമാണ്. ഈ ഒരു തലത്തിലാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ പിൽക്കാല അന്വേഷണങ്ങളും രൂപപ്പെടലിനെയും നമ്മൾ പരിശോധിക്കേണ്ടത്. 1948 ഞാൻ മുന്നേ പരാമർശിച്ച ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രൂപം ആദ്യമായി അവതരിപ്പിച്ച സന്ദർഭത്തിൽ പഞ്ചായത്ത് രാജിനെ കുറിച്ച് നിശബ്ദമായിരുന്ന അതേ ഭരണഘടനയിൽ പിന്നീട് 1988 യശശരീരനായ രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന സന്ദർഭത്തിൽ പാർലമെൻ്ററി കൺസൾട്ടേറ്റീവ് കമ്മിറ്റി ശ്രീ PK തുങ്കോണിൻ്റെ അധ്യക്ഷതയിലുള്ള കമ്മിറ്റിയാണ് ഭരണഘടനയുടെ അടിസ്ഥാന തത്വമെന്ന നിലയിൽ പൂർണ്ണമായ അധികാരാവകാശങ്ങളുള്ള പഞ്ചായത്ത് രാജ് സംവിധാനം ഇന്ത്യയിൽ നടപ്പാക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. തുടർന്ന് 1993 ശ്രീ PV നരസിംഹറാവു പ്രധാനമന്ത്രിയായിരുന്ന വേളയിലാണ് ഈ 73, 74 ഭരണഘടനാ ഭേദഗതികളിലൂടെ പഞ്ചായത്ത് രാജ് സംവിധാനം നടപ്പിൽ വരുന്നത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ഒരു സംഗതി, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യത്തെ 40 വർഷങ്ങൾ താരതമ്യേന കേന്ദ്രീകൃത സ്വഭാവമുള്ള ഒരു ഭരണ സംവിധാനം ഇവിടെ നിലവിലിരുന്നപ്പോൾ തുടർന്നുള്ള വർഷങ്ങളിൽ വികേന്ദ്രീകൃതമായ ഗ്രാമപഞ്ചായത്തുകളെ കേന്ദ്രീകരിച്ചുള്ള അധികാര ഘടനയിലേക്ക് നമ്മൾ ചുവട് മാറ്റുന്നതാണ് കാണുന്നത്. പഞ്ചായത്തുകളെ കേവലം ഏതെങ്കിലും ഒരു ഭരണ സംവിധാനം എന്ന നിലയിൽ മാത്രമല്ല, എല്ലാവിധ അധികാരങ്ങളോടും കൂടിയ മൂന്നാം തല സർക്കാർ എന്ന നിലയിൽ രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് മനുഷ്യാവകാശങ്ങളുടെയും മനുഷ്യ അന്തസ്സിൻ്റെയും വികേന്ദ്രീകൃതമായ വികസന സംവിധാനത്തിൻ്റെയും തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ രാജ്യഭരണത്തിൽ പങ്കാളികളാകുന്നതിന് വേണ്ടിയുള്ള ബൃഹത്തായ ഒരു സംവിധാനമാണ് പഞ്ചായത്ത് രാജായി രൂപപ്പെട്ടത്. അതുകൊണ്ട് തന്നെ കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ ധനവിഹിതത്തിൻ്റെ 40% വരെയെങ്കിലും പഞ്ചായത്ത് സംവിധാനത്തിന് കൈമാറണമെന്ന വ്യവസ്ഥ വന്നു. കേരളത്തിൽ 9ാം പദ്ധതിയുടെ കാലത്ത് 35% തുക വരെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് കൈമാറുവാൻ തീരുമാനമുണ്ടായിരുന്നുവെങ്കിലും ഫലത്തിൽ കൈമാറപ്പെട്ടത് 24%. ഇപ്പോൾ അത് 17% കുറഞ്ഞിരിക്കുന്നു. പഞ്ചായത്ത് രാജ് സംവിധാനം എത്രമേൽ കാര്യക്ഷമമായി പ്രവർത്തിപ്പിക്കുവാൻ സാധിക്കുന്നു എന്ന അന്വേഷണം തുടർന്നുമുണ്ടായി. 1996 കേരളം കൊണ്ടാടുന്ന ജനകീയാസൂത്രണം എന്ന പദ്ധതി പ്രക്രിയ രൂപപ്പെട്ടത്. അപ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ആഴത്തിൽ ബാധിക്കുന്ന ജനകീയ പ്രശ്നങ്ങളെ ജനങ്ങളുടെ പൂർണ്ണമായ പങ്കാളിത്തത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോയി പരിഹരിക്കുക എന്ന വലിയ ലക്ഷ്യമായിരുന്നു അതിന് പിന്നിലുള്ളത്. എന്നാൽ നിർഭാഗ്യവശാൽ തുടർന്നുള്ള വർഷങ്ങളിൽ കേന്ദ്രീകൃതമായ അധികാരത്തിൻ്റെ കടന്നുകയറ്റം പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ബലപ്പെടുത്തുന്നതല്ല, ദുർബലപ്പെടുത്തുന്നതാണ് നമ്മൾ കാണുന്നത്. 50% സംവരണം വനിതകൾക്കും മറ്റ് അവശ ജനവിഭാഗങ്ങൾക്കും സംവരണം ചെയ്തപ്പോൾ വനിതകൾക്ക് തന്നെ പ്രത്യേക സംവരണ വിഭാഗങ്ങളായി ദളിത്, പട്ടികജാതി പട്ടിക വർഗങ്ങളുടെ പ്രാതിനിധ്യവും അങ്ങനെയൊക്കെ ഉണ്ടായി. എന്നാൽ ഇത്തരത്തിലുള്ള സംവരണ സംവിധാനങ്ങളിലൂടെ അധികാരത്തിൽ വന്ന ആളുകൾ അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനും എതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു രീതിയല്ല നമ്മൾ കണ്ടത്. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ ഭാഗമായി ലഭിച്ച വിപുലമായ അധികാരങ്ങളും സാമ്പത്തിക സാധ്യതകളും പണം വൻതോതിൽ ചെലവഴിക്കുന്നതിന് വേണ്ടി മാത്രമായി പരിമിതപ്പെടുന്ന ഒരു പണം വിതരണം ചെയ്യുന്ന ഒരു ഏർപ്പാടായി പലപ്പോഴും പരിണമിച്ചു എന്ന ദുഃഖകരമായ സത്യമുണ്ട്. ഗ്രാമസഭകൾ നോക്കുകുത്തികളാവുകയും ഉപഭോക്താക്കൾക്ക് വിഹിതങ്ങൾ നൽകുന്ന ഒരു സംവിധാനമായി മാത്രം പരിമിതപ്പെടുകയും ചെയ്തു. ഇപ്പോൾ
ഗ്രാമസഭകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നത് എത്രയോ ദുർബലമായിട്ടാണെന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ ഇവയെ വീണ്ടും ബലപ്പെടുത്തണമെന്നുള്ള വാദങ്ങൾ ഉയരുമ്പോൾ ഈ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ വളരെ കൃത്യമായി മനുഷ്യാവകാശങ്ങളുടെയും മനുഷ്യ അന്തസ്സിൻ്റെയും അടിസ്ഥാനപരമായ അധികാര വിനിയോഗത്തിൻ്റെയും തലത്തിൽ സ്ഥാപിക്കണം എന്ന വാദം ഉയരുമ്പോൾ ഗാന്ധിയെ നമ്മൾ പരാമർശിക്കേണ്ടതുണ്ട്. ഗാന്ധിജിയുടെ പ്രശസ്തമായ ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകം, അത് ഹിന്ദു സ്വരാജ് അല്ല, ഹിന്ദ് സ്വരാജ് എന്ന പുസ്തകം സ്വരാജ് എന്ന സങ്കല്പത്തെ, സ്വയംഭരണം എന്ന സങ്കല്പത്തെ, ഗ്രാമസ്വരാജ് എന്ന സങ്കല്പത്തെ അടിസ്ഥാനപരമായി ഇന്ത്യയിൽ സ്ഥാപിച്ച ഏറ്റവും ശ്രദ്ധേയമായ കൃതിയാണ്. 1909 ലണ്ടനിൽ നിന്നും ദക്ഷിണാഫ്രിക്കയിലേക്കുള്ള കപ്പൽ യാത്രാ വേളയിലാണ് ആ ലഘുഗ്രന്ഥം ഗാന്ധി എഴുതിയത്. ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി നിരീക്ഷിക്കുന്ന ഒരു കാര്യം, ബ്രിട്ടീഷ് ഗവൺമെൻറ് ഇന്ത്യയെ സൈനികമായി കീഴ്പ്പെടുത്തി എന്നതിനേക്കാൾ ശരി ബ്രിട്ടൻ കൊണ്ടുവന്ന പരിഷ്കാര ഭ്രമങ്ങൾക്ക് ഇന്ത്യ കീഴമർന്നു. ബ്രിട്ടൻ മുന്നോട്ട് വെച്ച ആധുനിക പരിഷ്കാരങ്ങളുടെ ഭ്രമാത്മകതയിൽപ്പെട്ട് ഇന്ത്യൻ ജനതയുടെ കണ്ണ് മഞ്ഞളിക്കുകയാണുണ്ടായത് എന്ന ഒരു നിരീക്ഷണം ഗാന്ധി നടത്തുകയുണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ബ്രിട്ടന് ഇന്ത്യയെ 200 വർഷം അടിമരാജ്യമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കഴിഞ്ഞത് ബ്രിട്ടൻ്റെ സൈനിക ശക്തിയെയും തന്ത്രപരമായ ശക്തിയേക്കാൾ ഉപരി ഇന്ത്യ ബ്രിട്ടൻ്റെ സാംസ്കാരിക അധിനിവേശത്തിന് വഴങ്ങുകയും ഇന്ത്യ സ്വയം ആധുനിക പരിഷ്കാരത്തിൻ്റെ നിലയില്ലാ കയത്തിലേക്ക് നീങ്ങുകയും ചെയ്തു എന്നതാണ്. അപ്പോൾ എന്താണ് പരിഷ്കാരം? ഗാന്ധിജി പരിഷ്കാരം എന്ന വാക്കുകൊണ്ട് വിവക്ഷിക്കുന്നത് മനുഷ്യന് കർത്തവ്യത്തിൻ്റെ പാത മനസ്സിലാക്കി കൊടുക്കുവാൻ, തെളിച്ചു കൊടുക്കുവാൻ സഹായിക്കുന്ന പെരുമാറ്റ രീതിയാണ് പരിഷ്കാരം എന്ന് പറയുന്നത്. ഗാന്ധിജിയെ സംബന്ധിച്ച് കർത്തവ്യത്തിൻ്റെ ആചരണവും സന്മാർഗ ആചരണവും രണ്ടായിരുന്നില്ല, പരസ്പരപൂരകമായ ഒന്നാണ്. നമ്മൾ സിവിലൈസ്ഡ് എന്ന് പറയുമ്പോൾ പരിഷ്കരിക്കപ്പെട്ട മനുഷ്യൻ എന്നാണല്ലോ വ്യവഹരിക്കുന്നത്. അതേപോലെ സ്വയംഭരണം എന്ന സങ്കല്പം ഹോം റൂൾ പ്രസ്ഥാനത്തിൻ്റെ കാലം മുതലേ ഇന്ത്യക്ക് പരിചിതമായിരുന്നു. സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെ ചരിത്രത്തിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആദ്യ വർഷങ്ങളിൽ തന്നെ സ്വയംഭരണം, പിന്നീട് സ്വരാജ് എന്ന രീതിയിൽ സ്വയം ഭരിക്കുവാനുള്ള അവനെ പ്രാപ്തമാക്കുന്ന ആ രാഷ്ട്രീയ പ്രക്രിയ, ഒരുവൻ സ്വരാജിന് സന്നദ്ധനായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത് നേടിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ആ സ്വരാജ് അതിന് പ്രാപ്തമാക്കുന്നത് വരെ അവനെ അതിനുവേണ്ടി പ്രേരിപ്പിക്കുന്ന, പ്രചോദിപ്പിക്കുന്ന ഒരു കാറ്റലിസ്റ്റായി പ്രവർത്തിക്കുന്നതിനുള്ള ഉത്തരവാദിത്വം സ്വരാജ് ദർശനം ഉൾക്കൊള്ളുന്നു. പിന്നീട് 1916 ഫെബ്രുവരി മാസം 4-ാം തീയതി ബനാറസ് ഹിന്ദു സർവകലാശാലയിലെ ശിലാസ്ഥാപന വേളയിൽ ഗാന്ധിയുടെ വളരെ വിവാദപരവും പ്രശസ്തവുമായ ഒരു പ്രസംഗമുണ്ട്. ഹാർഡിഞ്ച് പ്രഭു ഇന്ത്യൻ വൈസ്രോയി ആയിരുന്ന സന്ദർഭമാണത്. സ്വാഭാവികമായിട്ടും ബ്രിട്ടീഷ് വൈസ്രോയി പങ്കെടുക്കുന്ന ഒരു സുപ്രധാനമായ ചടങ്ങിൽ ഇന്ത്യയിലെ നാട്ടുരാജാക്കന്മാരുടെ ഘോഷയാത്ര സർവാഭരണ വിഭൂഷിതമായി അണിഞ്ഞൊരുങ്ങി വന്ന ഒരു സന്ദർഭം. ഗാന്ധിയെ പണ്ഡിറ്റ് മദൻ മോഹൻ മാളവിയാണ് ആ സമ്മേളനത്തിലേക്ക് പ്രസംഗത്തിന് ക്ഷണിക്കുന്നത്. അദ്ദേഹം ആ സമ്മേളന വേദിയിൽ എത്തിയപ്പോൾ ഇങ്ങനെ വേഷഭൂഷാദികൾ അണിഞ്ഞ രാജാക്കന്മാരും പ്രമാണിമാരും നിറഞ്ഞ ഒരു വേദിയും ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരുടെ സദസ്സും ആയിരുന്നു ഈ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ശിലാസ്ഥാപന വേളയിൽ 1916 ഗാന്ധി അഭിമുഖീകരിക്കുന്നത്. അദ്ദേഹം അവിടെ തുറന്നു പറഞ്ഞ ഒരു സംഗതി, ശുചിത്വത്തിൻ്റെ 1-ാം പാഠം പോലും നമുക്കറിയില്ല എന്നാണ്. നോക്കൂ, നമ്മുടെ നാറുന്ന നഗരങ്ങളെ,
എല്ലാ നഗരത്തിനും രണ്ട് പുറങ്ങളുണ്ട്, പാളയവും യഥാർത്ഥ നഗരവും. മാലിന്യ കൂമ്പാരങ്ങൾ നിറഞ്ഞ, അഴുക്ക് കൂനകൾ നിറഞ്ഞ നഗരഭാഗങ്ങളല്ലേ യഥാർത്ഥത്തിൽ നഗരത്തിൻ്റെ ഒന്നാം ഭാഗം അല്ലെങ്കിൽ യഥാർത്ഥ ഭാഗം. ഈ വസ്തുതയെ കാണാതെ വേഷഭൂഷാദികളായി കെട്ടുകാഴ്ചകളായി അണിനിരന്നിരിക്കുന്ന മഹാരാജാക്കന്മാരെ ഇന്ത്യയിലെ ദരിദ്ര ജനലക്ഷങ്ങളുമായി ഗാന്ധി താരതമ്യപ്പെടുത്തുന്നുണ്ട്. രാജാക്കന്മാരുടെ വേഷഭൂഷാദികൾ ഉപേക്ഷിച്ച് ഇന്ത്യയിലെ ദരിദ്ര ജനകോടികളുടെ യഥാർത്ഥ ട്രസ്റ്റിയായി ജീവിക്കുവാൻ, രാജ്യം ഭരിക്കുവാൻ ഗാന്ധി നിർദ്ദേശിക്കുന്നു. പിന്നീട് ഗാന്ധിയുടെ ട്രസ്റ്റിഷിപ്പ് സിദ്ധാന്തം അതിൻ്റെ വികസിത രൂപത്തിൽ അവതരിപ്പിക്കപ്പെടുന്നത് തന്നെ ഇന്ത്യൻ ദരിദ്ര ജനലക്ഷങ്ങളെ കാവൽക്കാരാണ്, അവരുടെ ട്രസ്റ്റിമാരാണ്, വിശ്വാസ്യതയാർന്ന ട്രസ്റ്റിമാരാണ് ഇവിടുത്തെ സമ്പന്നവർഗം എന്ന വലിയൊരു രാഷ്ട്രീയ സാമ്പത്തിക ദർശനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. 1948 തന്നെ ഉത്തർപ്രദേശിൽ ഗ്രാമപഞ്ചായത്തുകൾ സ്ഥാപിതമാവുകയും തെരഞ്ഞെടുപ്പുകൾ നടത്തുകയും ചെയ്തു. നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. 1954 ഏതാണ്ട് 98,500ഓളം പഞ്ചായത്തുകൾ ഇന്ത്യയിൽ രൂപപ്പെട്ടു. അപ്പോൾ ഗ്രാമങ്ങളെ കേന്ദ്രീകരിക്കുന്ന ഒരു സുപ്രധാനമായ അധികാര ഘടനയുടെ അന്വേഷണം ഈ കാലഘട്ടങ്ങളിലെല്ലാം ഇന്ത്യയിൽ നടന്നിരുന്നു എന്നതാണ്. ഇതിൻ്റെ ഒരു സമൂർത്തമായ രൂപമെന്ന നിലയിലാണ് 1993 കാലഘട്ടത്തിൽ ഭരണഘടനയുടെ 73ഉം 74ഉം ഭേദഗതിയിലൂടെ ഇപ്പോൾ നമ്മൾ പിന്തുടരുന്ന പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ നമ്മൾ ഈ കേരളത്തിലടക്കം ഈ ഭരണഘടനാ ഭേദഗതിയുടെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് രാജ് സംവിധാനം നിലവിൽ വന്നതിൻ്റെ 4 നൂറ്റാണ്ട് പിന്നിടുന്ന ഒരു സന്ദർഭത്തിൽ നമ്മൾ ലക്ഷ്യങ്ങൾ നേടിയോ എന്ന ചോദ്യമുണ്ട്. തീർച്ചയായിട്ടും കേരളം ഒരുപാട് കാര്യങ്ങൾ നേടിയിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയില്ല. അതിൻ്റെ പ്രത്യക്ഷമായ ഉദാഹരണങ്ങൾ നമ്മുടെ പ്രാഥമികമായുള്ള കുടിവെള്ളത്തിൻ്റെ വിതരണ രംഗത്ത്, നമ്മുടെ പ്രൈമറി സ്കൂളുകളടക്കമുള്ള നാട്ടുവിദ്യാലയങ്ങളുടെ മെച്ചപ്പെട്ട ഭൗതിക സൗകര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ, അതുപോലെ നമ്മുടെ ഗ്രാമങ്ങളിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്ന പ്രാദേശികമായ വികേന്ദ്രീകൃതമായ ആരോഗ്യരക്ഷാ സംവിധാനങ്ങൾ, ഇവയെല്ലാം വളരെ ശക്തമാണ്. പക്ഷേ നമ്മുടെ പരിസ്ഥിതി രംഗത്ത് വികസനത്തിൻ്റെ പേരിൽ കുന്നും മലകളും ഇടിച്ചു നിർത്തിക്കൊണ്ട് റോഡുകളും പാലങ്ങളും കെട്ടുവാനുള്ള വ്യഗ്രത, തോടുകളിലും ജല ആശയങ്ങളും ചതുപ്പ് നിലങ്ങളും നികത്തുവാനുള്ള പ്രവണത, ഇവയെല്ലാം ഞാൻ ഈ പ്രഭാഷണത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ അധികാരവും ലഭ്യമാകുന്ന വമ്പിച്ച ധനസമ്പത്തും എങ്ങനെയെങ്കിലും ചെലവാക്കണം എന്ന ലക്ഷ്യത്തോടുകൂടി പഞ്ചായത്തുകളിൽ വഴിമാറി അല്ലെങ്കിൽ വക മാറ്റുന്നു എന്നതിൻ്റെ ഉദാഹരണമാണ്. ഇന്നും 1916 ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ആ ശിലാസ്ഥാപന വേളയിൽ ഗാന്ധിജി പറഞ്ഞ വാക്കുകൾ നമ്മൾ വീണ്ടും ഓർക്കേണ്ടത്. നമ്മുടെ നഗരങ്ങളിൽ അഴുക്ക് ചാലുകൾ പെരുകുന്നു, ഇടത്തരം പട്ടണങ്ങളിൽ പോലും മാലിന്യ കൂമ്പാരങ്ങൾ നിറയുന്നു. അപ്പോൾ ശുചിത്വം എന്ന് പറയുന്നത് ഒരു വികേന്ദ്രീകൃത സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്വമാകുന്നു. മറ്റൊരു പ്രധാന സംഗതി, പഞ്ചായത്തുകളിൽ അധികാരത്തിൽ വരുന്ന ഭരണസമിതികളിലെ കസേരകളുടെ വീതം വയ്പ്പാണ്. 1995 ഒക്ടോബർ 2 പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമത്തെ തുടർന്ന് അധികാരത്തിൽ വന്ന ആദ്യത്തെ ഭരണസമിതി സാമാന്യേന ഈ ഒരു പ്രശ്നത്തെ അഭിമുഖീകരിക്കാതെ കടന്നുപോയി. പിന്നീട് വന്ന എല്ലാ ഭരണസമിതികളിലും പ്രസിഡന്റ് തുടങ്ങിയ പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ ഈ 5 വർഷ കാലാവധിക്കുള്ളിൽ മാറി മാറി വീതം വെച്ച് എല്ലാവരെയും തൃപ്തിപ്പെടുത്തുന്ന വളരെ അനാരോഗ്യകരമായ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിലേക്ക് പഞ്ചായത്ത് സംവിധാനത്തെ അധപതിപ്പിക്കുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. തൽഫലമായി കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ കഴിഞ്ഞ കുറേ കാലമായി സ്ഥിരം രാഷ്ട്രീയക്കാരുടെ ഒരു വൻ പടയെ നമ്മൾ കാണുകയാണ്.
ഈ വൻപടയെ തീറ്റിപ്പോറ്റേണ്ട ഉത്തരവാദിത്വം രാഷ്ട്രത്തിനും പൊതുസമൂഹത്തിനും വന്നു ചേരുന്നതിന് ഫലമായി സ്വാഭാവികമായും വലിയ തോതിൽ അഴിമതിയിലേക്ക് നീങ്ങുന്നു. പാർപ്പിടം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രകൃതി സംരക്ഷണം എന്നീ മേഖലകളിൽ കേരളത്തിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ആരംഭിച്ച നവകേരള മിഷനുകൾ സമാന്തര സംവിധാനങ്ങളായി പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അധികാരങ്ങളെ കവർന്നെടുക്കുന്ന നിലയിലേക്ക് മാറുന്ന സാഹചര്യവുമുണ്ട്. പഞ്ചായത്ത് രാജ് സംവിധാനങ്ങൾ നോക്കുകുത്തികളാവുകയും കേവലം ഏജൻസികളായി മാറുകയും ചെയ്യുന്നു. അടുത്ത കാലത്ത് കേരളത്തിൽ വിവാദമായ നിരവധി അഴിമതി കഥകളുടെ പിന്നാമ്പുറങ്ങളിൽ ഇപ്പറഞ്ഞ സാഹചര്യമുണ്ട് എന്ന് പറയേണ്ടി വരുന്നു. 1997 സെൻ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം പഞ്ചായത്ത് രാജ് സംവിധാനത്തെ അഴിമതി വിമുക്തമാക്കുവാൻ നിരവധി പരിഷ്കാരങ്ങൾ നടപ്പാക്കുകയുണ്ടായി. പെർഫോമൻസ് ഓഡിറ്റ്, ഓംബുഡ്സ്മാൻ, അതുപോലെ അറിയുവാനുള്ള അവകാശത്തെ അംഗീകരിച്ചുകൊണ്ട് പൗരാവകാശ രേഖ തുടങ്ങിയവ. പെർഫോമൻസ് ഓഡിറ്റ് പഞ്ചായത്തുകളുടെ വികസന പദ്ധതികളെ, അവയുടെ മികവുറ്റ പ്രവർത്തനങ്ങളെ, അതിൻ്റെ പ്രവർത്തന രീതികളെ പരിശോധിക്കുവാൻ ഫലപ്രദമായി നടപ്പാക്കേണ്ടുന്ന ഒരു സംഗതിയായിരുന്നു. എത്രമേൽ കാര്യക്ഷമമായി ഇപ്പോൾ പെർഫോമൻസ് ഓഡിറ്റ് നടക്കുന്നുണ്ട് എന്ന് പരിശോധിക്കേണ്ടതാണ്. അതുപോലെ ഓംബുഡ്സ്മാൻ കഴിഞ്ഞ 200-ലധികം വർഷങ്ങളായി ലോകത്ത് വികസിതവും അവികസിതവുമായ രാഷ്ട്രങ്ങളിൽ പൊതു പണത്തിൻ്റെ വിനിയോഗത്തെ സംബന്ധിക്കുന്ന അടിസ്ഥാനപരമായ ഓഡിറ്റിംഗ് സംവിധാനം എന്ന നിലയിൽ ഓംബുഡ്സ്മാൻ പ്രചാരം നേടിയിട്ടുണ്ട്. 1810 സ്വീഡനിലാണ് ഓംബുഡ്സ്മാൻ എന്ന സ്വതന്ത്ര ഓഡിറ്റിംഗ് സംവിധാനം രൂപപ്പെട്ടത്. സ്വതന്ത്രനായ ഒരു ഇടനിലക്കാരൻ എന്ന നിലയിൽ ഭരണകൂടത്തിനും പൗരജനങ്ങൾക്കും ഇടയിൽ വർത്തിക്കുന്ന ഒരു ഏജൻ്റാണ്. സ്വീഡിഷ് ഭാഷയിൽ ഓംബുഡ്സ്മാൻ എന്ന വാക്കിന് ഏജൻ്റ് എന്നാണ് അർത്ഥം. അപ്പോൾ വിശ്വസനീയമായ ഒരു ഓഡിറ്റ് സംവിധാനം എന്ന നിലയിൽ ഓംബുഡ്സ്മാൻ കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ഇത് എത്രമേൽ ഫലപ്രദമായി ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അതുപോലെ പൗരാവകാശ രേഖ, ഓഡിറ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ അപര്യാപ്തതയും അതിൻ്റെ ദൗർബല്യവും പദ്ധതി നിർവഹണത്തിൽ നടമാടുന്ന അഴിമതിയും കെടുകാര്യസ്ഥതയും സ്വജനപക്ഷപാതത്തെയും പരിശോധിച്ച് സുതാര്യതയും ജനാധിപത്യപരമായ വ്യവസ്ഥകളും പാലിക്കുന്നതിൽ പഞ്ചായത്ത് രാജ് സംവിധാനം പരാജയപ്പെടുന്നതിന് കാരണമാകുന്നു എന്നതാണ് അനുഭവം. കേരളത്തിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തെ ഒരു ഉപദേശക സ്വഭാവത്തിൽ നിന്നും കാര്യനിർവഹണ തലത്തിലേക്ക് വളർത്തുവാൻ പര്യാപ്തമായ ബൃഹത്തായ ഒരു സംവിധാനം കില, കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, തൃശ്ശൂർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്നുണ്ട്. ആധുനികമായ ഭരണനിർവഹണ പരിശീലനം നൽകുവാൻ, പ്രൊഫഷണൽ അഡ്മിനിസ്ട്രേഷൻ സ്കിൽ നൽകുവാൻ ഈ കില പ്രതിജ്ഞാബദ്ധമായി പ്രവർത്തിക്കുമ്പോൾ പോലും നമ്മുടെ പഞ്ചായത്ത് ഭരണത്തിൽ വരുന്ന ജനപ്രതിനിധികൾ എത്രമേൽ കാര്യക്ഷമമായും ഫലപ്രദമായും ഈ സംവിധാനത്തെ ഉപയോഗിക്കുന്നു എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇങ്ങനെ പരാജയപ്പെടുന്ന ഒരു ഭരണസമിതി അല്ലെങ്കിൽ ഭാരവാഹി പടയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സുപ്രധാനമായ മറ്റൊരു വീഴ്ച ഉൽപ്പാദന സംവിധാനത്തിൻ്റെ തകർച്ചയാണ്. കാർഷിക മേഖലയെ കൂടുതലായി ഉയർത്തുന്നതിൽ ദത്തശ്രദ്ധരാവേണ്ട പഞ്ചായത്ത് സംവിധാനം പക്ഷേ അവിടെയും പരാജയപ്പെടുന്നത് നമ്മൾ ദാരുണമായി കാണുന്നു. കേരളത്തിൻ്റെ
നെൽ കൃഷി മേഖല ഓരോ വർഷവും ചുരുങ്ങി വരുന്നത് നമ്മൾ കാണുമ്പോൾ നിലം നികത്തലും വയൽ നികത്തൽ, തണ്ണീർത്തടങ്ങൾ നികത്തിയെടുക്കുന്നത്, ഇതെല്ലാം വികസനത്തിൻ്റെ മറവിൽ ഒരുപറ്റം ആളുകൾ ഉപജാപക സ്വഭാവത്തോടുകൂടി വളർത്തിയെടുക്കുന്ന കുൽസിത വൃത്തികളായി കാണുന്നു. ഇങ്ങനെ നിരവധിയായ രംഗങ്ങളിൽ പഞ്ചായത്ത് രാജ് സംവിധാനം കാലം ആവശ്യപ്പെടുന്ന ജാഗ്രതയിൽ നിന്നും പിറകോട്ട് പോകുന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സന്ദർഭത്തിലാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ 25 വർഷങ്ങൾ പിന്നിട്ട് 6ാമത് ഭരണസമിതി തിരഞ്ഞെടുക്കുവാൻ കേരളം ഡിസംബർ 8, 10, 12 തീയതികളിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് നീങ്ങുന്നത്. ഭരണഘടനാ ശില്പിയും രാഷ്ട്രതന്ത്രജ്ഞനുമായ ഡോക്ടർ BR അംബേദ്കർ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, ഭരണഘടനാ വകുപ്പുകളിലല്ല പ്രശ്നം, അത് കൈകാര്യം ചെയ്യുന്നവരുടെ വികലമായ പ്രവൃത്തികളിലാണ് പ്രശ്നമെന്ന്. എത്ര ഉജ്ജ്വലമായ ഭരണഘടനാ സാധ്യതകളും വകുപ്പുകളും അത് ഏറ്റവും ജാഗ്രതയോടെ കൈകാര്യം ചെയ്യുന്നതിൽ വരുന്ന വീഴ്ചകൾ മൂലം അതിൻ്റെ ഗുണഫലങ്ങൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടാതെ പോവുകയും ദോഷങ്ങൾ മാത്രം ഉണ്ടാവുകയും ചെയ്യുന്ന വർത്തമാനകാല സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കുമ്പോൾ മഹാനായ ഡോക്ടർ അംബേദ്കറുടെ ഈ വാക്കുകൾ വളരെയധികം പ്രസക്തമാണ്. പഞ്ചായത്ത് രാജ് സംവിധാനം ഭരണഘടനയുടെ 73, 74 ഭേദഗതി പ്രകാരം അടിസ്ഥാന തലത്തിൽ ഭരണനിർവഹണത്തിൽ വമ്പിച്ച ജനവിഭാഗങ്ങൾക്ക് പങ്കാളിത്തം നൽകുന്ന വികേന്ദ്രീകൃതമായ അവസര സാധ്യതകൾ നിർലോഭം നൽകുമ്പോൾ അഴിമതിയും വികസന നയങ്ങളുടെ പാർശ്വഫലങ്ങളും ചേർന്ന് സങ്കീർണമായ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക കാലാവസ്ഥ രാജ്യത്തിൻ്റെ അടിസ്ഥാന മണ്ഡലത്തിൽ ഉളവാക്കുന്നു എന്ന് കാണുന്നു. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രത്യേകമായ ഒരു പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ജനാധിപത്യത്തിൻ്റെ വില നിശ്ചയിക്കുന്നത് സാമൂഹ്യനീതി സ്വപ്നം കാണുന്ന ജനവിഭാഗങ്ങളുടെയും അഭ്യസ്തവിദ്യരായ ചുറുചുറുക്കുള്ള യുവാക്കളുടെയും ജാഗ്രതയാണ് എന്ന് ഊന്നി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ. നന്ദി, നമസ്കാരം.